ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ മിൽമ ഫാം ടൂറിസം രംഗത്തേക്കും ചുവടുവെക്കുന്നു. പദ്ധതി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷീരോത്പാദക മേഖലയിൽ പുരസ്കാരങ്ങൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വയനാട്ടിലെ മിൽമ ഡയറി ഫാമുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള പാക്കേജാണ് തുടക്കത്തിൽ നടപ്പാക്കുന്നത്. വൈകാതെ മറ്റു ജില്ലകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കും. അധിക പാലില്ല എന്നുള്ള നിലയിൽ ഇവിടെ 16 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 49 കോടി രൂപയാണ് ഈ നിലയിൽ കൈമാറിയിട്ടുള്ളത് എന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത്. മിൽമ മലബാർ യൂണിയൻ ക്ഷീര കർഷകരോട് കാട്ടിയ ഈ ഐക്യദാർഢ്യം, പരിഗണന, അത് വാക്കുകളിലൂടെ വിവരിക്കുന്നതിനപ്പുറത്തേക്കാണ്. വളരെ പ്രശംസനീയമാണ്. ക്ഷീര കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വളരെ സുപ്രധാനമായ ഒരു ഇടപെടലായി നമുക്കിതിനെ പൊതുവെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ദേശീയ തലത്തിൽ മികച്ച ക്ഷീരസംഘത്തിനുള്ള ഗോപാൽ രത്ന പുരസ്കാരം നേടിയ പുൽപ്പള്ളി ക്ഷീരസംഘം, സംസ്ഥാന തലത്തിലെ മികച്ച ക്ഷീരസംഘമായ മൈക്കാവ് ക്ഷീരസംഘം, മികച്ച സംഘം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഓമശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി കേശവൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷീരമേഖലയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനായി പ്രസിഡന്റ് ഷീജ ശശി ഉപഹാരം ഏറ്റുവാങ്ങി. മിൽമ ചെയർമാൻ K. മണി അധ്യക്ഷനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വൈസ് പ്രസിഡന്റ് P. ഗവാസ്, കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ P. ദിവാകരൻ, മലബാർ മിൽമ ഡയറക്ടർമാരായ K. അനിത, PT ഗിരീഷ്, P. ശ്രീനിവാസൻ, MD KC ജെയിംസ്, MRDF CEO ജോർജ് കുട്ടി ജേക്കബ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പയ്യാനയ്ക്കൽ പൊന്നങ്ങാടത്ത് ജംഗ്ഷൻ റോഡ് ഗതാഗത യോഗ്യമായി.